2025 ഡിസംബറിൽ അന്തരിച്ച ഖാലിദ സിയ ഏതു രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു? ഉത്തരം ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് ആയിരുന്ന സിയാവുർ റഹ്മാന്റെ പത്നിയായ ഖാലിദ സിയ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അവർ. 1991 മുതൽ 1996 വരെയും 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി അവർ സേവനമനുഷ്ഠിച്ചു. ബേനസീർ ഭൂട്ടോയ്ക്ക് ശേഷം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് ഖാലിദ സിയ. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. ന്യൂഡൽഹിയിൽ നടന്ന 33ാമത് ഗ്ലോബൽ സിംപോസിയത്തിൽ വെച്ചാണ് മെഗാ ഇൻഫ്രാസ്ട്രക്ചറൽ കാറ്റഗറിയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. പദ്ധതിയുടെ മികച്ച രീതിയിലുള്ള ആസൂത്രണം, നിർവഹണം, സാങ്കേതിക മികവ് എന്നിവ മുൻനിർത്തിയാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിന്റെ 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായത് ആര്? ഉത്തരം ഗ്രാക്ക മാഷേൽ. മൊസാംബിക്കിലെ രാഷ്ട്രീയ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് ഗ്രാക്ക മാഷേൽ. വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് മുൻ ദേശീയ രക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ അധ്യക്ഷനായ രാജ്യാന്തര ജൂറി പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 1973 മൊസാംബിക്കൻ ലിബറേഷൻ ഫ്രണ്ടിൽ ചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വ്യക്തിയാണ് ഗ്രാക്ക മാഷേൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരമായ 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആര്? ഉത്തരം സുപ്രിയ സാഹു. തമിഴ്നാട് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ സുപ്രിയ സാഹു ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ വിഭാഗത്തിലാണ് പുരസ്കാരത്തിന് അർഹയായത്.